ഹലോ ഗായ്സ്, കെവിനോ മാനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ സൺഡേ ആണ്. അത്യാവശ്യം തണുപ്പൊക്കെ ആയിട്ട് വരുന്നു. നമ്മൾ ഇവിടെ -ഡിഗ്രി ഒക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ -1 ഒക്കെ വന്നായിരുന്നു. ഇന്ന് അത്രയും തണുപ്പില്ല, ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു ഫീൽസ് ലൈക്ക് 1 ഡിഗ്രീസ് ഒക്കെയാണ്. എല്ലാവരും ഹുഡിയും കാര്യങ്ങളൊക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ വി ആർ ഗോയിങ് ടു അപ്പോൾ സഡ്ബറിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 4.5 hours ഡ്രൈവ് ഉണ്ട് ഈ സൂസൻ മേരി എന്ന് പറഞ്ഞ സ്ഥലം. നോർത്തേൺ ഓൺടാരിയോയിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് സൂസൻ മേരി. സൂസൻ മേരി എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ കാനഡയിൽ 1-2 വർഷമായിട്ടുള്ളവർ പലരും തന്നെ സൂസൻ മേരിയിൽ പോയിട്ടുണ്ടാകും. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. കുറേ ട്രാക്സും ട്രയൽസൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോന് വളരെയധികം പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞങ്ങൾ ജീസസ് യൂത്തിലത്തെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ്. ഞങ്ങൾ ഇന്ന് സൂസൻ മേരിക്ക് പോകുന്നത് എല്ലാവരും കൂടി ഒരു സ്കൂൾ ബസ്സിലാണ് ഗൈസ്. അപ്പോൾ ഞാനും ജിസ്മോൻ ചേട്ടനും പാർട്ട് ടൈം വർക്ക് ചെയ്യണ സ്ഥലമാണ് നോർത്ത് വേ ബസ് ലൈൻസ്. അവിടെ നിന്നാണ് നമുക്ക് ചാർട്ടറായിട്ട് നമുക്ക് സ്കൂൾ ബസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മൾ ചാർട്ടറായിട്ട് സ്കൂൾ ബസ് എടുത്തിട്ടാണ് ഇന്ന് വന്നേക്കണേ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ തന്നെ ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഇയർലി ട്രിപ്പ് പോയായിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം പോയത് മസ്കോക്കയിലാണ്. എല്ലാവരും കൂടി കാറിനാണ് പോയത്. പക്ഷേ ആ കാറിൽ പോകുന്ന ഒരു ഫീലും ബസ്സിൽ പോണ ഒരു ഫീല് കിട്ടോ ഗായ്സ്? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂസൻ മേരി നമ്മൾ കാണും മൊത്തം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ സഡ്ബറിയിൽ നിന്ന് ഒരു 5 മണിയായപ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇരുട്ടായതുകൊണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കാഞ്ഞത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി. ഇനി ഒരു 1 hourനുള്ളിൽ നമ്മൾ എത്തും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാന. അപ്പോൾ നമ്മളവിടെ പള്ളിയിൽ നമ്മൾ കുർബാന ടൈമും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് അജണ്ട അതാണ്. നമ്മളപ്പോൾ പോയി ആദ്യം കുർബാന കാണുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ അവസാനം സൂസൻ മേരിയിലെത്തി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ സമയം ഒരു 10:30 ആയിട്ടുണ്ട്. നമ്മൾ കുർബാന കയറാൻ പോകുന്നത് 11 മണിക്കാണ് ഇവിടെ കുർബാന സൂസൻ മേരിയിൽ. നമ്മളിവിടെ വന്നേക്കുന്നത് അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളിയിലാണ്. ഇംഗ്ലീഷ് കുർബാനയാണ്. സൂസൻ മേരിയുടെ ജസ്റ്റ് കയറുമ്പോൾ തന്നെ ടൗണിൻ്റെ അകത്ത് തന്നെ സൂസൻ മേരി ടൗണിൽ നിന്ന് ഒരു 5 minutes പോലും ഡ്രൈവ് ഇല്ല നമുക്ക് ഇങ്ങോട്ട്. ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ എൻവയോൺമെൻ്റ് ആണ് ഉള്ളത്. ബാക്കിൽ ഒരു ചെറിയ മാതാവിൻ്റെ ഗ്രോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ? അപ്പോൾ ഞങ്ങളപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ഞങ്ങളിപ്പോൾ നേരെ കുർബാന കയറാൻ പോവുകയാണ്. അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു ഫ്രസ്കോൺ, ഒരു കൈൻഡ് ഓഫ് പെയിൻറ്റിംഗ് ആണ്. അത് ആക്ച്വലി മാതാവിൻ്റെയും ഉണ്ണീശോൻ്റെയും ഒരു പെയിൻറ്റിങ്. സൂസൻ മേരിയിലത്തെ ഒരു പണി തീരാത്ത ഒരു പള്ളിയുടെ മതിലിൽ അത് അത്ഭുതകരമായി വരികയും പിന്നീട് അതിലൂടെ പ്രാർത്ഥിക്കുന്ന പലർക്കും പല അത്ഭുതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ 1682 പോപ്പ് ഇന്നസെൻ്റ് 11 ആ പെയിൻറ്റിങ്ങിനെ, ഫ്രെസ്കോനെ സോളംലി ക്രൗൺ ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൂസൻ മേരിയിലുള്ള നമ്മുടെ ഈ കാത്തലിക് ചർച്ച്. അവിടുത്തെ അച്ഛൻ പ്രീസ്റ്റ് ഫാദർ മൈക്കിളാണ് ഇപ്പോൾ ഇൻചാർജ് ആയിട്ടുള്ളത്. അച്ഛൻ ഞങ്ങളെ പേഴ്സണലായിട്ട് വന്ന് എല്ലാവരെയും കാണുകയും സംസാരിക്കുകയും ഈ മൂവ്മെൻറ്റിനെ പറ്റി ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുർബാന സ്റ്റാർട്ട് ചെയ്തു. വളരെ നല്ലൊരു കുർബാനയായിരുന്നു. പ്രത്യേകിച്ച് ധൂപം ഒക്കെ യൂസ് ചെയ്തിട്ട് ശരിക്കും നാട്ടിലത്തെ ആ ഒരു ഫീലും ഒക്കെ ആയിരുന്നു. കാനഡയിൽ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ധൂപമൊക്കെ വെച്ചിട്ടുള്ള ഒരു കുർബാനയിൽ ഞാൻ പങ്കെടുക്കുന്നത് പോലും. വളരെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അരുൺ ചേട്ടൻ ജീസസ് യൂത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. Introduction about Jesus Youth Movement. Jesus Youth Movement is for the service of Catholic Church, which is recognized by Vatican and Pope. We are started in India as a small youth movement. Right now we are across 80 countries and we have different ministries for kids, children, youth, family, and pro-life.
അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അച്ഛനൊക്കെ ആയിട്ട് കുറേ ചിരിച്ച് കളിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുർബാന കഴിഞ്ഞു. ഇപ്പോൾ കുർബാന കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ പാലറ്റ് എന്ന് പറഞ്ഞിട്ട് സുസമേരിയിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് ഓർഡർ ചെയ്തേക്കണത്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും വേണ്ടി നേരത്തെ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല വിശപ്പുണ്ട് ഗൈസ്. രാവിലെ ഒരു ക്രോസോണ്ടും പഴവും മാത്രം കഴിച്ചുകൊണ്ടാണ് വന്നേക്കണേ. എല്ലാവരും നല്ലോണം വിശന്നിരിക്കുകയാണ് അല്ലേ ഷെറിൻജോയ്? എന്ത് കഴിക്കാനാണ് നമ്മൾ പോകുന്നത്? നമ്മുടെ ഫുഡ് ബിരിയാണി ആൻഡ് അൽഫാം. അലീനക്ക് വിശന്നിട്ട് ഇരിക്കാൻ പറ്റണല്ലോ. എല്ലാരും അടിച്ചു കയറി വാ 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 താമര പെണ്ണെ നീ എൻ പൂങ്കരലല്ലേ കൂടെ കളിക്കാൻ വാ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ പാലറ്റിൻ്റെ ഇവിടെ എത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇന്നത്തെ. അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് നമ്മൾ വെച്ചേക്കണത്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഇവരുടെ നമ്മുടെ അൽഫാം വിശന്നിട്ടാണ് ഗൈസ്. അൽഫാം അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നല്ല ശരിക്കും ബിരിയാണിയാണ്. അത് നമ്മൾ അൽഫാം ഇവിടുത്തെ അടിപൊളിയാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും അൽഫാം നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ത്യൻ പാലറ്റിൽ വന്നു. നമുക്ക് വേണ്ടി ഓൾറെഡി സീറ്റൊക്കെ റിസർവ്ഡ് ആയിരുന്നു. ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ ഓൾറെഡി ഒരു പ്ലേറ്റിൽ നമുക്ക് സാലഡും അച്ചാറൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചേക്കായിരുന്നു. നമുക്കപ്പോൾ ഇങ്ങനെ ബിരിയാണി മാത്രം എത്തിയാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം. ഞങ്ങളിവിടെ നല്ല വിശന്നിരുന്നോണ്ട് അരുൺചേട്ടനൊക്കെ സാലഡ് ആദ്യം തന്നെ തിന്ന് തീർക്കുന്നു. We have our beautiful Aksa, Madama. Yeah, thanks. the spontaneous Jisa, the everlasting star Midun, Oh my god. and Sudbury's Nivin Polly, Anthony, Lucky star Alina. Lucky Star Aline. അപ്പോൾ അൽഫാമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആൾക്കാർ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. നമ്മുടെ നാട്ടിൽ കിട്ടണ അതേ അൽഫാം പോലെ തന്നെ. മയണൈസും നല്ല തിക്ക് മയണൈസാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അക്സൈ എങ്ങനെയുണ്ട് അൽഫാം? അപ്പോൾ നമ്മുടെ ബിരിയാണി അൺബോക്സിംഗ് ആണ്. മുട്ട ഞാനിത് അരിഞ്ചേൻ്റെ നിന്ന് എടുത്തതാണ്. അപ്പോൾ കഴിക്കണ്ട. നല്ല സൂപ്പർ ബിരിയാണി. കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണ്. വാഴയിലയിൽ നല്ലോണം പൊതിഞ്ഞ് നല്ല പാക്കേജിങ് ആണ് അവർക്ക്. അരിഞ്ചേൻ്റെ തന്നെ ഒരു എക്സ്ട്രാ മുട്ട കിട്ടി. എൻ്റെ മുട്ട ഉണ്ട് ഇവിടെ. അതേ എൻ്റെ മുട്ട. അതേ ഗൈസ് മുട്ട. സാലഡുണ്ട്, അച്ചാറുണ്ട്. ബട്ട് ഞാൻ ആദ്യത്തെ വരില്ല ഗൈസ്. സൂപ്പർ ബിരിയാണി. കിടിലം ബിരിയാണി. ചേട്ടാ എങ്ങനെയുണ്ട് ബിരിയാണി? വെരി ടേസ്റ്റി. അഞ്ജന എങ്ങനെയുണ്ട് ബിരിയാണി? ബിരിയാണി എന്താ സൂപ്പറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ലൈക്ക് ഇങ്ങനെ മെൽറ്റാവാണ് വായിലിടുന്നത്. സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്കിത് ഇപ്പോൾ പപ്പടം വന്നു. പപ്പടം കിട്ടിയിട്ടുണ്ട്. പപ്പടമുണ്ട്. പപ്പടവും മുട്ടയും കൂട്ടിയിട്ട് ചിക്കനൊക്കെ നല്ല ടെൻഡർ പീസാണ്. നല്ല സോഫ്റ്റ് ജ്യൂസി ടെൻഡർ ചിക്കൻ പീസ്. ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ട്. ക്വാണ്ടിറ്റി നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല നമ്മുടെ ജീരകശാല ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ചെറിയ ഏരിയ. എൻ്റെ പ്രേക്ഷകർ ഒന്നും പറയാൻ പറ്റുന്നില്ല. കുറെ നാളുകൾക്ക് ശേഷം നല്ല ഒരു രക്ഷയില്ല. ക്വാണ്ടിറ്റി ചേച്ചി പറഞ്ഞ പോലെ തന്നെ സെറ്റാണ്. ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തത്. ഞങ്ങൾക്ക് മോർ ദാൻ ഇനഫ് 2 പേർക്ക് കഴിക്കാനുള്ളതിൽ. ഒരു മുട്ട, പപ്പടം, അത്യാവശ്യം നല്ല വലിയ പീസ് ചിക്കനാണ്. ഒരു ചെറിയ ലെഗ് പോലും ഒരു ഫ്രൈ ആണെന്ന് തോന്നുന്നത്. 2 പീസ് തന്നെ ഉണ്ട് ഒരെണ്ണത്തിൽ. സൂപ്പർ. കൂടുതൽ വെറുത്തുണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഫുഡാണ്. നല്ല ഗ്രേവി ഉണ്ട്. സൂപ്പറാണ്. നൈസായിരുന്നു. ഈ മണം 4 ദിവസത്തേക്ക് ഉണ്ടാവും.
ഞങ്ങൾക്കിത് സജസ്റ്റ് ചെയ്തത് അക്സയുടെയും ജീസയുടെയും ഫ്രണ്ട്സായ വിവേകാണ്. പുള്ളിയാണ് പറഞ്ഞത് ഇന്ത്യൻ പാലറ്റിലത്തെ ഫുഡ് നല്ല. ഞങ്ങളിപ്പോൾ ആദ്യം ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒന്ന് വിളിച്ച് ചോദിക്കുക പൈസ എത്രയെന്നൊക്കെ നോക്കാൻ പറഞ്ഞു. അതിനെ വിളിച്ച് ചോദിച്ചപ്പോൾ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ ഞങ്ങളെല്ലാം ഗ്രൂപ്പായിട്ട് വന്നുകൊണ്ട് ഒരു അഫോർഡബിൾ റേറ്റിൽ തരാമെന്ന് പറഞ്ഞു ബിരിയാണി. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഇവിടുത്തെ അൽഫാം അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞങ്ങൾ അൽഫാം ഓർഡർ ചെയ്തു. ഗൈസ് യു മസ്റ്റ് ട്രൈ. നിങ്ങൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ സൂസൻ മീറ്റിൽ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം തന്നെ കാനഡയിൽ വന്നിട്ട് കഴിച്ചതിൽ വേണമെങ്കിൽ പറയാം ഏറ്റവും ബെസ്റ്റ് ബിരിയാണി. ടൊറൻഡോ പോലും ഞാൻ എടുത്തിട്ട് നൊസ്റ്റാൾജി എടുത്തിട്ട് ഞാൻ ട്രാവലിൽ ടൊറൻഡോ പോയി കഴിക്കണതിനോളം അടിപൊളി ഒരു ഏരിയായിരുന്നു ഇവിടുത്തെ. നമുക്ക് മുട്ട, 3 പീസ് ചിക്കൻ, പപ്പടം, അച്ചാറ്, സാലഡ്, വേറെ എന്ത് വേണം ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ത്യൻ പാലറ്റിലത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ പാലറ്റ് നമുക്ക് ട്യൂസ്ഡേ ടു സാറ്റർഡേ 4 മണി തുടങ്ങി രാത്രി 2 മണി വരെ ഉണ്ട്. സൺഡേയ്സ് അവർ രാവിലെ 11 മണി തുടങ്ങി രാത്രി 11 മണി വരെ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനേ അല്ല. ഇത് ആക്ച്വലി ഞങ്ങൾക്ക് കഴിച്ചിട്ട് ഫുഡ് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം ഞങ്ങൾ ഞാൻ പറയണതാണ്. പ്ലസ് ഇവരുടെ കസ്റ്റമർ സർവീസ് റിയലി ഗുഡ് കസ്റ്റമർ സർവീസ്. ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവന്ന് തന്നു നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ പാലറ്റ് വന്നത് നമ്മുടെ ഹോണ്ടയുടെ ഗ്രേറ്റ് ലേക്സ് ഹോണ്ടയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അതിൽ മോൾ ഭാഗത്തായിട്ടാണ് ഇന്ത്യൻ പാലറ്റ് വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ സൂസൻ മേരി എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പോവാം. ഗൈസ്, നിങ്ങൾ കാനഡയിലാണോ? നിങ്ങൾക്ക് US വിസ ഇല്ലേ? എന്നാലും US കാണണോ? അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ, ബെൽ ബട്ടൺ നിൽക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ആൻഡ് കമൻറ്റ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.